യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ആമുഖം എന്നവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന വരങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ ചെയ്യുന്നതായ ദൈവം ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങളെ കൂടുതൽ മികവോടുകൂടെ നമുക്ക് ചെയ്യാൻ കഴിയേണ്ടതിന് നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മാനുഷികമായിട്ടുള്ള ഒരു മികവ് നമുക്ക് ലഭിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവീകമായൊരു മികവ് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടാകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു മികവ് എപ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പുതിയ നിയമ വ്യക്തികളെ എടുത്ത് ഇന്ന് നമ്മൾ പഠിക്കുന്നതാണ്. ഒരുപക്ഷെ ഇന്ന് ഈ സന്ദേശം പൂർത്തീകരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മളത് തുടരുന്നതുമാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം നമ്മൾ ചിന്തിച്ചതാണ്. നമ്മളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, പ്രകടനം ഉണ്ടാകുന്നത്, മറിച്ച് അത് പൊതുപ്രയോജനത്തിന് വേണ്ടി എല്ലാവർക്കും ഒരുപോലെ അത് പ്രയോജനപ്പെടുവാൻ, അതായത് കർത്താവ് യേശുക്രിസ്തുവിൽ ആളുകൾ വിശ്വസിക്കേണ്ടതിന് വേണ്ടി, ദൈവവചനത്തെ വിശ്വസിക്കേണ്ടതിന് വേണ്ടി, ദൈവവചനം ആളുകൾ ഏറ്റെടുക്കാൻ വേണ്ടി ഒക്കെ സഹായിക്കുന്നതായ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകടനം അത് സഹായിക്കുന്നെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1 കൊരിന്ത്യർ 12:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങൾ തന്നെയാണ് ചിന്തിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ വരങ്ങൾ, അതിൽ ഒരു വരമാണ് ജ്ഞാനത്തിൻ്റെ വചനം എന്നുള്ളതായ വരം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വേർഡ് ഓഫ് വിസ്ഡം എന്നുള്ളതാണ്. വേർഡ് ഓഫ് വിസ്ഡം. എന്താണ് ഈ വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നത്? ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. നമുക്ക് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിയാം, പക്ഷേ ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, 2 പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ ഒരു വിഷയത്തിന് വേണ്ടി വരച്ചു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ വ്യക്തി അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായത്തിൽ പരാമർശിക്കുന്നതായ സ്തെഫാനോസ് ആണ്. പിന്നീട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പൗലോസിനെ കുറിച്ചാണ്. അതിൽ സ്തെഫാനോസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്തെഫാനോസിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ആമുഖമായി നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 6:5 ഈ വാക്ക് കൂട്ടുത്തുണക്കുകയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോരോസ്, നിക്കോനോർ, തിമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്തോക്യക്കാരൻ നിക്കോലോവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അതായത് ആദിമസഭ അവർ ഒന്നിച്ചു കൂടി വന്നപ്പോൾ അവരുടെ ഇടയിൽ ചില ശുശ്രൂഷകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയുണ്ടായി. അതായത് ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്നവരായ ആളുകൾ, അതേപോലെ തന്നെ മേശമേൽ ശുശ്രൂഷിക്കുന്നവരായ ആളുകൾ. മേശമേൽ ശുശ്രൂഷിക്കുന്നവർ എന്ന് പറയുമ്പോൾ അത് ആത്മീയ ശുശ്രൂഷയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി സഭയുടെ ഭൗതികമായ കാര്യങ്ങളെ കൂടെ കൈകാര്യം ചെയ്യുന്നവരായ ആളുകൾ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ചില ആളുകളെ എടുത്തു. ആ ആളുകളുടെ പ്രധാനപ്പെട്ട യോഗ്യത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്ചയിച്ചത് ഇതായിരുന്നു: അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്. അപ്പോൾ ഈ ആളുകളിൽ എല്ലാം തന്നെ അന്നത്തെ സഭാ നേതൃത്വം നോക്കിയതായ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുമായ ആളുകൾ എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ സ്തെഫാനോസിൻ്റെ പേരാണ് ആദ്യം പറയുന്നത്. ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, ഒരു പക്ഷേ ഇതിൽ സ്തെഫാനോസ് ആയിരിക്കാം കൂടുതൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും വിശ്വാസത്തിലും നിറഞ്ഞതായൊരു വ്യക്തി. അതുകൊണ്ടായിരിക്കാം സ്തെഫാനോസിൻ്റെ പേര് ആദ്യമേ പരാമർശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്തെഫാനോസിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹത്തിൽ വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെയും നിറവ് വളരെ ശക്തമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഉള്ളപ്പോൾ തന്നെ നമ്മൾ റോമർ 8:14 വായിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നതായ ഒരു അനുഭവം ഈ സ്തെഫാനോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് അനുകരണീയമായ മാതൃകയാണ്. നോക്കൂ, വിശ്വാസം, അതായത് ദൈവവചനത്തിലുള്ള വിശ്വാസം, കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം,
അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവന് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഈ ആത്മാവ് സ്തെഫാനോസിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അതേ സമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവിൽ, അതായത് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും അവനെ നയിക്കുന്നതായ ആ ഒരു അനുഭവത്തിൽ ഈ സ്തെഫാനോസ് ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ചിലരെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും, ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ എന്ന് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും തുള്ളിച്ചാടുന്ന ആളും അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളും ആണ് എന്നുള്ളത്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാവർത്തിക മേഖലയിൽ അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എപ്രകാരം റിഫ്ലക്റ്റ് ചെയ്തവരായിരുന്നു, എപ്രകാരം പ്രതിഫലിപ്പിച്ചവരായിരുന്നു, അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്യഭാഷ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധമായ നിറവുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നിറവ് എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നതായ ഒരു അനുഭവം. ഫിലിപ്പോസിൻ്റെ കാര്യം നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പോസിൻ്റെ പ്രത്യേകത ഇത് തന്നെയായിരുന്നു. അദ്ദേഹം വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞതായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതേ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന ആ ഷണ്ണൻ, എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായ ആ മനുഷ്യനോട് സുവിശേഷം അറിയിപ്പാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച വ്യക്തി ഫിലിപ്പോസ് ആയിരുന്നു. ഫിലിപ്പോസിന് ഈ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുത്തപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് അതേ ഈ VVIPയുടെ വാഹനത്തിന് തൊട്ടു ചേർന്ന് പോകാനുള്ള ധൈര്യം അതേ ഫിലിപ്പോസിന് ലഭിച്ചപ്പോൾ സുവിശേഷം അറിയിക്കുവാനുള്ള നിയോഗം അതേ ഫിലിപ്പോസ് നന്നായി ഉപയോഗിച്ചൊരു വ്യക്തിയായി തീർന്നു. അതുകൊണ്ടെന്താ സംഭവിച്ചത്? ആ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്നാനപ്പെടുത്താനും ആ ഷണ്ണനെ സ്നാനപ്പെടുത്തിയതിന് ശേഷം ഫിലിപ്പോസിനെ ദൈവം വളരെ അഭൗമികമായ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുപോയി അവനെ അവിടുന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന, നിറഞ്ഞവരായ ആളുകളെ ദൈവം അതിശയകരമായി ശുശ്രൂഷകളിൽ ഉപയോഗിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ കേവലം അന്യഭാഷ പറയുന്നവർ മാത്രമായിരിക്കരുത്, നമ്മൾ തുള്ളിച്ചടന്നവർ മാത്രമായിരിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം, അതായത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളെ മാത്രമാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സമയം നമ്മൾ ഞായറാഴ്ച സഭായോഗങ്ങളിൽ, പള്ളികളിൽ പോയി ഇരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവോട് പറയുന്നു, പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. ഒരുപക്ഷെ നമ്മളുടെ കുടുംബ പ്രാർത്ഥനയുടെ അല്പസമയമായ ആ വേളകളിൽ നമ്മൾ ദൈവത്തോട് പറയുന്നു, കർത്താവ് ഇതിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ തരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിറഞ്ഞവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അപ്രകാരം നിറവുള്ളതായ, അതേ വിശ്വാസമുള്ളതായ, അതേ പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസത്തിൽ നിറവുള്ളതായ ഈ സ്തെഫാനോസിനെയാണ് നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സ്തെഫാനോസിനെ പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്നത്തെ കാലത്തെ സൻഹെദ്രിൻ സംഘം എന്ന് പറയുന്ന ഏതാണ്ട് 71 പേര് അടങ്ങുന്നതായ മഹാപുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ഒരു പരമോന്നത ജൂവിഷ് കൗൺസിലിൻ്റെ മുമ്പാകെ, അതേ നീതി നിർവഹണത്തിൻ്റെ പരമോന്നത ഇടമായിരുന്നു ഈ സൻഹെദ്രിൻ സംഘം. അവിടെ തന്നെ ഈ സ്തെഫാനോസിനെ പ്രസംഗിക്കുവാൻ അവർ അനുവദിച്ചു. കേവലം പ്രസംഗിക്കുവാൻ അവനെ നിയോഗിക്കുക എന്നുള്ളത് ആത്മീയമായ ഒരു നടപടിയല്ലായിരുന്നു, മറിച്ച് അവങ്കിൽ പരസ്യമായി കുറ്റം ആരോപിക്കുവാനും കുറ്റം കണ്ടെത്തുവാനും സൻഹെദ്രിൻ സംഘത്തിൽ നിന്ന് അവനെ ശിക്ഷിക്കാനുള്ള അനുവാദം മേടിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു ഈ സ്തെഫാനോസിനെ അവരുടെ മുമ്പാകെ നിർത്തിയത്. പക്ഷേ സ്തെഫാനോസ് അവിടെ പ്രസംഗിച്ചു. അവിടെ പ്രസംഗിച്ചത്, ആ പ്രസംഗം വളരെ അറിയപ്പെടുന്നൊരു പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 7-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ 7-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത്, എന്നിട്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ സ്തെഫാനോസിനുണ്ടായ എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, അതൊക്കെ സംഭവിച്ചപ്പോൾ 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിന് വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെ ശാസ്ത്രിമാരെ ഇളക്കി
അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി, ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. ആ നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ഇത് അവരുടെ അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ലൂക്കോസ് വളരെ വ്യക്തമായി പറയുന്നത്, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നവൻ്റെ മുഖം തന്നെ വളരെയധികം പ്രകാശിതമായി തീരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി തുടർന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ പ്രത്യേകത എന്തായിരുന്നു? സ്തെഫാനോസ് പ്രസംഗിച്ചത് പഴയ നിയമ പുസ്തകങ്ങളെ എടുത്തുകൊണ്ടാണ്. കാരണം അങ്ങനെയുള്ള ഒരു പ്രസംഗ ശൈലി തീർച്ചയായിട്ടും ആ സന്നിഹിതർ സംഘത്തിന് കൂടുതൽ നല്ലതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഈ പഴയ നിയമത്തിൻ്റെ ആ ഉദ്ധരണികളെല്ലാം തന്നെ താൻ എടുത്തിട്ട് അതിനെ ക്രൈസ്റ്റ് സെൻറ്റേർഡാക്കി മാറ്റുക, അതിനെ ക്രിസ്തു കേന്ദ്രീകൃതമായി മാറ്റുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നെ താൻ ഈ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ പറഞ്ഞില്ലേ, അന്നാളിൽ നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കൊണ്ട് നിർത്തുമ്പോൾ എന്ത് പറയണം എന്ന് നിങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. മനുഷ്യർക്കാർക്കും മറുവാദമോ പ്രതിവാദമോ പറയാൻ കഴിയാത്ത വാക്കുകളെയും ജ്ഞാനങ്ങളെയും ഞാൻ നിങ്ങളുടെ നാവിൽ തരുമെന്ന്. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനാലുള്ള നിറവ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ കർത്താവ് ആഗ്രഹിച്ചതുപോലെ തന്നെ അവൻ സംസാരിച്ചു. അത് ക്രൈസ്റ്റ് സെൻറ്റേർഡായിരുന്നു, ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ് സ്തെഫാനോസ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സ്തെഫാനോസ് പരിശുദ്ധാത്മാവിൽ ഊന്നി നിന്നുകൊണ്ടും അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ അധികരിച്ചുകൊണ്ടാണ് സംസാരിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ ചുരുക്കമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ തൻ്റെ പ്രസംഗം തെളിയിക്കുന്നത് അത് ജ്ഞാനത്തിൻ്റെ വചനം എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് തൻ്റെ ബുദ്ധിക്കനുസരിച്ചുള്ള ഒരു വചന ശുശ്രൂഷയായിരുന്നില്ല. സാധാരണയായിട്ട് ഒരു മാനുഷികമായ വിഷയമാണെങ്കിൽ ഒരുപക്ഷെ താൻ തന്നെ ന്യായീകരിക്കുന്നതായ ചില കാര്യങ്ങളായിരിക്കും അവിടെ പ്രസ്താവിക്കുന്നത്. പക്ഷേ മറിച്ച് ഇവിടെ പഴയ നിയമത്തിലെ മിക്ക കാര്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കേന്ദ്രീകൃതമായ സന്ദേശം നൽകുക വഴി എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കത്തക്കവണ്ണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകടനം അവിടെ ഉണ്ടാകത്തക്കവണ്ണം അതേ ഈ സ്തെഫാനോസ് അവിടെ പ്രസംഗിക്കാനിടയായി തീർന്നു. ഈ പ്രസംഗത്തിനെല്ലാം അവസാനം സംഭവിച്ചത് സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വമായിരുന്നു. ഒരുപക്ഷെ ലോകം പറയും അത് പരാജയമാണെന്ന്. പക്ഷേ പരാജയമല്ല. ആ രക്തസാക്ഷിയാകുമ്പോൾ പോലും തൻ്റെ നാഥനായ കർത്താവ് എപ്രകാരമാണോ ക്രൂശിതനായി അവിടെ മരിച്ചത്, അതേപോലെ തന്നെ സ്തെഫാനോസും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്തെഫാനോസിൻ്റെ മരണം ക്രൈസ്തവ സഭയുടെ ഒരു വിത്ത് എന്നവണ്ണം തന്നെ അത് പ്രയോജനമുള്ളതായി മാറിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞല്ലോ, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തെഫാനോസ് എന്താ പറഞ്ഞത്? കർത്താവേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് പറഞ്ഞാണ് അവൻ തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനിടയായി തീർന്നത്. ഇതാണ് ജ്ഞാനത്തിൻ്റെ വചനവും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നതായ അനുഭവം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്തെഫാനോസിനെ പോലെ വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവുമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അതിനായിട്ടുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. സ്തെഫാനോസിനെ പോലെ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞതായ അനുഭവം ഉണ്ടെങ്കിൽ ദൈവമേ, ഞങ്ങൾ പ്രയോജനപ്പെടും വണ്ണം ജ്ഞാനത്തിൻ്റെ വചനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജ്ഞാനത്തിൻ്റെ വചനം മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ മാനിഫെസ്റ്റേഷനായി ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ദൈവവചനം കേൾക്കാനും ആത്മീയമായ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.